ഇവിടെ പേര് വിളിക്കുന്നവർ വേദിയിലേക്ക് കയറിയിരിക്കേണ്ടതാണ്. ശ്രീ ഇ ജിനൻ, ശ്രീ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ശ്രീ അക്ബർ, ശ്രീമതി ശ്രീജ വിധു, ശ്രീമതി തസ്മിൻ ഷിഹാബ്, ശ്രീ ചാക്കോടി അന്തിക്കാട്, ശ്രീമതി രേഖ സി ജി, ശ്രീമതി റീബ പോൾ, പി രാജേന്ദ്രൻ കർത്ത, ശ്രീ മുരളീധരൻ പുന്നേക്കാട്, ശ്രീ ജിബിൽ പെരേര, ശ്രീ എൻ ആർ രാജേഷ്, ശ്രീ ഹലീൽ റഹ്മാൻ. കവിയരങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ ശ്രീ ജിനൻ മാഷ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. ഉദ്ഘാടകൻ ശ്രീ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മാഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അക്ബർ, ശ്രീമതി ശ്രീജ വിധു, ശ്രീമതി തസ്മിൻ ഷിഹാബ്, ശ്രീ ചാക്കോ ഡി അന്തിക്കാട്, ശ്രീമതി രേഖ സി ജി, ശ്രീമതി റീബ പോൾ, ശ്രീ പി രാജേന്ദ്രൻ കർത്ത, ശ്രീ മുരളീധരൻ പുന്നേക്കാട്, ശ്രീ ജിബിൽ പെരേര, ശ്രീ എൻ ആർ രാജേഷ്, ശ്രീ ഹലീൽ റഹ്മാൻ, ഇത്രയും പേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി അധ്യക്ഷനെ ക്ഷണിക്കുന്നു, ശ്രീ ജിനൻ മാഷ്. പ്രിയമുള്ളവരെ, ഏറെ വൈകിപ്പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് വഴിയൊക്കെ ഇറങ്ങി പിടിച്ച് വന്നതുകൊണ്ടാണ് ഇത്ര വൈകി, ക്ഷമിക്കണം. ഇപ്പം നമുക്ക് പെട്ടെന്ന് തുടങ്ങാം അല്ലേ? ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, കാരണം പേരൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് പറഞ്ഞ സമയം ഉണ്ടായിട്ടാണ്. ഇവിടെ പ്രിയപ്പെട്ട രാവുണ്ണി മാഷ് എല്ലാവരും ഉണ്ട്. എന്തായാലും കവിയരം കഴിഞ്ഞിട്ട് വേണം പുസ്തക പ്രകാശനത്തിനുള്ള അടവാണ്. അതുകൊണ്ട് ജിതേഷ് എന്ന് പറയുന്ന കവി എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം നിരന്തരം വിളിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തപ്പെടാൻ പറ്റിയത്. കാരണം ആ സ്നേഹത്തിന് നന്ദി പറയുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ കവിത ഇന്നലെ എനിക്ക് കവിത വായിച്ചപ്പോഴാണ് ആ താളഭംഗിയൊക്കെ ഞാൻ ആസ്വദിച്ചത്. അങ്ങനത്തെ ഒരുപാട് കവിതകൾ എഴുതിയ എൻ്റെ സുഹൃത്താണ്. ഞാൻ ഈ അധ്യക്ഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ നിൽക്കുന്നില്ല, കുറച്ചൊക്കെ പറയാം. അതിനു മുമ്പ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കവിയരങ്ങ് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് വാക്ക് ഞാൻ പറയാം. ഉദ്ഘാടനമായിട്ട് വന്നിട്ടുള്ളത്, ഞാൻ ഒരുമിച്ച് വന്നത്, അദ്ദേഹം ഏങ്ങാണ്ടി നമുക്കറിയുന്ന ആടെ തന്നെയാണ്, എല്ലാവരും അറിയുന്ന പ്രിയപ്പെട്ട കവിയാണ്. ഏനുണ്ടോടി അമ്പിളി ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം എന്ന് പറയുന്നത് കേട്ടാത്ത ആൾക്കാരുണ്ടാവില്ല. അദ്ദേഹമാണ് ഉള്ളത്. പിന്നെ അതിനു മുമ്പ് തന്നെ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണ് എന്നുള്ള പാട്ടൊക്കെ പാടി എല്ലാവരും ഇടയ്ക്ക് മറിച്ച ഒരു കവിയാണ്, സുഹൃത്താണ്. അപ്പോൾ ഇത് വരുന്നത് വരെ ഞങ്ങൾ കാറിൽ നിന്നിട്ട് ഒരു കവിയാരും കഴിഞ്ഞു. ഒരു കവിതയൊക്കെ ഒരുപാട് കവിത ചൊല്ലിയിട്ടാണ് കേട്ടത്. എന്തായാലും ഞാൻ ആദ്യമായിട്ട് തന്നെ ചന്ദ്രശേഖരനെ ഉദ്ഘാടനത്തെ വിളിച്ചുകൊണ്ട് പിന്നെ തൽക്കാലം മാറുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, പെയ്തു നിറയുമ്പോൾ എന്ന ജിതേഷിൻ്റെ ഈ പുസ്തകപ്രകാശനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഓരോ കവിതയും നമ്മുടെ മനസ്സിൽ പെയ്ത് നിറയുന്നവ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് കവികളിവിടെ എത്തിയിട്ടുണ്ട്. കവിത കാഞ്ഞിരക്കായാണ്, കരിയാത്തി കഷായമാണെന്നാണ് ഏറ്റവും മധുരമുള്ള കവിതകൾ നമുക്കത് കുഞ്ഞിന് മാഷ് പറഞ്ഞിട്ടുള്ളത്. അത് കവിത ദുഃഖത്തിൽ നിന്നാണ് പിറക്കുന്നതെന്ന് പഴയ ആളുകൾ പറയാറുണ്ട്.
എന്തായാലും കവിത എഴുതണമെന്ന് കരുതി പേരെടുക്കുന്നൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെയാണ് നമ്മളെപ്പോഴും നമിക്കുന്നത്. എഴുതുന്നത് കാലത്തിൻ്റെ വിശേഷങ്ങളും അത് പിന്നീട് ചരിത്രമാവുകയും ചെയ്യുന്ന ഒന്നാണ്. കലയും സർഗാത്മകത നിറഞ്ഞ എല്ലാം അങ്ങനെ തന്നെയാണ്. എന്തായാലും ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്, പുസ്തകപ്രകാശനം നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കവിത വായിക്കാം. സ്കൃതി മുൻപെഴുതിയ കവിതയാണ് അത്. നമ്മുടെ പോയ കവിതകളെ നമുക്ക് കവിതയും അക്ഷരവും ഒക്കെ തന്ന ആളുകളെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ്. കവിതയുടെ പേര് ജീവസാരം. തുഞ്ചത്തെഴുത്തച്ഛനെ ഞാൻ കണ്ടതില്ലതിനെന്തു ഛേദം, ഉണ്ടല്ലോ നെഞ്ചിലായി ആ തൽസ്വരൂപം മായാതെ എന്നും അത് ഈറനോടെ. കുഞ്ചന്റെ പാദങ്ങൾ തൊട്ടു തന്നെ ചിന്തിപ്പതുള്ളു ഞാനെന്നും എന്നും. ചെറുശ്ശേരി ഇടശ്ശേരി ചേരി ചേർന്ന് നിൽക്കുന്നിത കാവ്യലോകമെൻ്റെ. പൂന്തിങ്കളായി ഉദിച്ചു നിൽപ്പു പൂന്താനമെൻ്റെ കളിമനസ്സിൽ. മീൻ തൊട്ടുകൂട്ടി ബട്ടേരി തൊട്ട് താനെ തേടി കവിത്രയങ്ങൾ. വള്ളം തുഴഞ്ഞു പോകുമായത്തിൽ രാമപുരത്തെ വാരിയർ കള്ളം പറയാതെ തന്നെ ബള്ളു നീക്കിയ നാവികർ. ആശാൻ ആദ്യത്യനായുദിച്ചുയർന്നും ഉള്ളൂരോ ഉജ്ജ്വല കാന്തിയാലും വള്ളത്തോൾ ഉള്ളം തെളിച്ചു തന്നും. പിയോ കാവ്യപിതാമഹൻ തൻ ചങ്ങം പുഴ പോലെയല്ലോ ചങ്ങാത്തമായി തളിർ അലഞ്ഞൊറിഞ്ഞും വയലാർ തിളയ്ക്കും ഒരോർമ്മ പോലെ. ആത്മാവിലെ തീയണച്ചിടാതെ മാമ്പഴത്തെ പഴമായി വൈലോപ്പിള്ളി. നാടിൻ മിടിപ്പിൻ്റെ നാഥമായോ എൻവിയും ഗ്രാമഗോകുലത്തിൻ്റെ ശീലുമായി പി ഭാസ്കരൻ. ജീവിതഗന്ധം തൂവി ജീയുണ്ട് മുന്നിൽ തന്നെ. കടമനട്ട കാവ്യകാവു തീണ്ടി ഉറഞ്ഞാടിയെത്തുന്നു ബീജമോടെ. കുഞ്ഞുണ്ണി മാഷോ കുസൃതിയോടെ കൈവിടാതങ്ങനെ കൂടെയുണ്ട്. മുല്ലനേഴി മുല്ലമാലയായി വാടാതെ ജീവസുഗന്ധമായി. അയ്യപ്പനോ അലയും നോവുമായി വിനയചന്ദ്രൻ പാടും തിരകളായി. കീഴാള മനസ്സിൻ്റെ അടിമക്കയങ്ങളിൽ ഉയർന്ന തീപ്പന്തങ്ങൾ അറിവിൻ നിറവാക്കി തന്നവർ കുലമ്പാട്ട ജീവിത സാരം തേടാൻ. അച്ചമ്മ വീഴും പഴം പാട്ടു തന്നു പതിരില്ലാതെ അച്ഛൻ കനിഞ്ഞു നേരും. അതിരില്ലാതമ്മയോ നന്മ തന്നു ഇവർ തന്നതല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ. വെറുതെ എനിക്കു നിവർന്നു നിൽക്കാൻ, ചെറുതായി എനിക്കൊന്ന് പുഞ്ചിരിക്കാൻ. അതുമാത്രമാണ് അഹങ്കാരമായി, അതുമാത്രമേയുള്ളൂ അഹങ്കാരമായി. വളരെ സന്തോഷം, വളരെ സ്നേഹത്തോടെ ആദരവോടെ അഭിമാനത്തോടെ ഇന്നത്തെ കവിയരെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നന്ദി ഏങ്ങണ്ടിയോ ചന്ദ്രശേഖരൻ മാഷ്. അടുത്തതായി ശ്രീമതി ശ്രീജ വിധുവിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ജിനൻ മാഷിനെ ക്ഷണിക്കുന്നു.